വെൽക്കം ബാക്ക് ടു ചാനൽ സൻവീസ് നാച്ചുറൽ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ വിനായക ചതുർത്ഥി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിഘ്നേശ്വരന്മാരെ നിമജ്ജനം ചെയ്യാൻ പോകുന്ന വീഡിയോ ആണത്. അത് നിമജ്ജനം ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ കടലിലോ പുഴയിലോ കൊണ്ട് ഒഴുക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ ഇനി കുറേ ക്ലിപ്സൊക്കെ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനിവരെ ഈ ഒരു റാലി പോകുമ്പോഴാണ് വന്നത്. ഇതിന് മുന്നേ അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അത് 3 വിഗ്രഹങ്ങളാണ് നമ്മൾ ഓരോ സ്പോട്ടിലായിട്ട് വെച്ചാണ്. ഇവരെ മെയിൻ വിഗ്രഹമുണ്ട്, വലിയൊരു വിഗ്രഹമുണ്ട് നമ്മുടെ അവിടേക്ക് കൊണ്ടുപോകണം. അതായത് അവിടെയാണ് സമൂഹ സദ്യക്ക് ഏർപ്പാടിനെ ആക്കുന്നത്. അപ്പോൾ ഈ 4 വിഘ്നേശ്വരന്മാർ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിമജ്ജനം ചെയ്യും. അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. സാനക്കുട്ടി ഇതാ ജീപ്പിലാണ് ചേട്ടന്മാരെ കൂടെ പോവുകയാണ്, ഡാൻസൊക്കെ കളിച്ചിട്ട്. ഇതൊക്കെ DJ ഒക്കെ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, ഒന്നും പറയില്ല. അതുപോലെ തന്നെ നമ്മുടെ കൊട്ടും കുറവയൊക്കെ ആയിട്ടാണ്, അടിപൊളി പരിപാടിയായിരുന്നു, ഒന്നും പറയാനില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വിഘ്നേശ്വരന്മാർ. അപ്പോൾ നേരെ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സമൂഹ സദ്യ ഏർപ്പാടാക്കിയ സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ മെയിൻ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് സമൂഹ സദ്യ ഉള്ളത്. അപ്പോൾ ആ പാറക്കുട്ടിയൊക്കെ ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു. ഇത് നമ്മുടെ ചേട്ടന്മാർ നടത്തുന്ന പരിപാടിയായിട്ടോ. ഏട്ടൻ്റെ ബ്രദേഴ്സ് ഉണ്ട്, അവർ നടത്തുന്ന പരിപാടിയാണ് ശിവസേനേൻ്റെ. നമ്മൾ പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ആയാലും എന്ത് പരിപാടിയായാലും നമ്മളെത്തും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പൊക്കെ സദ്യ കഴിഞ്ഞു. സെക്കൻഡ് ട്രിപ്പിൽ ഞാനും മക്കളും ഇരുന്നു. ചേട്ടനൊക്കെ വിളമ്പാൻ നിൽക്കുകയാണ്. അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. സദ്യ കഴിച്ച് ഒന്ന് ഉറങ്ങിയതിന് ശേഷം ഇത് വൈകുന്നേരമാണ് നമ്മുടെ വിഘ്നേശ്വരന്മാരെയൊക്കെ നിമജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്ക് കൊണ്ടുപോവുകയാണ്. കടലിൽ ഒഴുക്കാൻ വേണ്ടി പോവുകയാണ്. റാലി തുടങ്ങിയ ഇത് ക്ലാരിറ്റി ഇല്ലാതെ നല്ല മഴക്കാറായിരുന്നു, മഴയും കിട്ടിയിട്ട് നമുക്ക്. അപ്പോൾ നമ്മളത് മഴയൊക്കെ ആയിട്ട് ഒരു ഇരുട് സമയത്താണ്. പിന്നെ ഈ റാലിയൊക്കെ എത്തുമ്പോൾ തന്നെ നല്ല ടൈം എടുത്തിട്ടുണ്ട്. ബീച്ചിലേക്ക് എത്തുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 10:45 ആയിട്ടുണ്ട്, കാരണം ബ്ലോക്കും കാര്യം, പിന്നെ മെല്ലെ എടുക്കുന്നുള്ളൂ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അടിപൊളി പരിപാടിയാണ്. സാനിക്കുട്ടിയും പാറക്കുട്ടിയൊക്കെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ തപ്പിയപ്പം കാണുന്നില്ല, ഇനി എവിടെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല മഴ കിട്ടി. ഞങ്ങളൊരു 9:30-10 മണി വരെ ബീച്ചിൽ നിന്നു കേട്ടോ. പിന്നെ മഴ കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി, മക്കൾ ഉറക്കമായി. അപ്പോൾ അതുകൊണ്ട് നിമജ്ജന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഷോർട്സ് കേട്ടോ ഞാൻ ഇടാം കേട്ടോ, ആരെ കയ്യിൽ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്